സംഖ്യാശാസ്ത്രപ്രകാരം ജനനത്തീയതി 1 വരുന്നവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജനനത്തീയതി 1, 10, 19, 28 ഇവരുടെയെല്ലാം ജന്മസംഖ്യ 1 ആയിരിക്കും. ജന്മസംഖ്യ 1 എന്ന് പറയുന്നത് സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യനിലുള്ളതുപോലുള്ള എല്ലാ ഗുണവിശേഷങ്ങളും ഇവരിലും ഉണ്ടായിരിക്കും. വളരെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിതമായിരിക്കും ഇവർ നയിക്കുന്നത്. ഇവർ ഏത് പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അലസത ഒട്ടും ഇല്ലാത്തവരാണ്. കാര്യപ്രാപ്തിയുള്ളവരും ആയിരിക്കും. 1 ജന്മസംഖ്യയായി വരുന്നവർ പൊതുവെ സൂര്യനെപ്പോലെ തേജസ്സുള്ളവരും ഊർജവാനും ആയിരിക്കും. പേരും പെരുമയും യശസ്സും കീർത്തിയും കൈവരും. 1 ജന്മസംഖ്യ വരുന്നവർ ഉന്നതങ്ങളിലെത്തുകയും നേതൃത്വസ്ഥാനം വഹിക്കുകയും ചെയ്യും. ഇവർ വലിയ വലിയ ഭരണാധികാരികളായി മാറാറുണ്ട്. ഇവർ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുകയും കാലക്രമേണ ഈശ്വരചിന്തയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്യും. 1, 4, 7 എന്നീ ജന്മസംഖ്യക്കാരുമായുള്ള ബന്ധം ഇവർക്ക് വളരെ ശുഭമായിരിക്കും. ഈ പറഞ്ഞ 3 ജന്മസംഖ്യയുമായുള്ള ബന്ധം ഇവരെ ഉയർച്ചയിലെത്തിക്കും. 1, 4, 7 ഈ ജന്മസംഖ്യക്കാർ പരസ്പരം വിവാഹം കഴിക്കുന്നതും കൂട്ടു ബിസിനസ് നടത്തുന്നതും ഒക്കെ നല്ലതായിരിക്കും. 1 ജന്മസംഖ്യ വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും 8 ജന്മസംഖ്യയുമായി വരുന്നവരുമായി യാതൊരുവിധ ബന്ധങ്ങളും പാടില്ല. 1ഉം 8ഉം ജന്മസംഖ്യകൾ പരസ്പരം ചേർന്നാൽ അവരുടെ ജീവിതം തകർന്നു പോകും. 1 ജന്മസംഖ്യയായി വരുന്നവർക്ക് അപകടങ്ങളും മുറിവുകളും ഒടിവുകളും ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് ഒരു ചെറിയ പരിഹാരം: ഒരു ചെറിയ മഞ്ഞക്കടലാസിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ട് 1 എന്നുള്ള അക്കം എഴുതി നമ്മുടെ പോക്കറ്റിലോ പേഴ്സിലോ ഒക്കെ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ 1 എന്നുള്ള സംഖ്യ നമ്മുടെ കയ്യിൽ എഴുതി സൂക്ഷിക്കുന്നത് കൊണ്ട് പല അപകടങ്ങളും ഒഴിവായി കിട്ടുകയും പല കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ട് കൂടാതെ സാധിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. 1 ജന്മസംഖ്യയായി വരുന്ന ആൾക്കാർ ചുവന്ന വസ്ത്രങ്ങൾ, ചുവന്ന വാഹനങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു കാരണവശാലും ഇവർ കറുത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല. അഥവാ കറുത്ത വസ്ത്രങ്ങൾ തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടാകും. വളരെ ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണം. ഇവർ ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുകയും ചെറിയ വഴിപാടുകൾ നടത്തി സൂര്യദേവനെ പ്രാർത്ഥിച്ച് സൂര്യമന്ത്രങ്ങൾ ഒക്കെ ചൊല്ലുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. ആദിത്യ സ്തോത്രങ്ങൾ ചൊല്ലുന്നതും ആദിത്യപ്രീതി നേടാൻ വളരെ നല്ലതാണ്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.